faithfuls to come forward and present themselves before the Lord Almighty. Firstly, I invite Master Annie A. Peters, son of Mr. Peter Philip. Secondly, I invite Miss Benita Sarah Peter, daughter of Mr. Peter Philip. And I invite Miss Nathania Abraham Matthew, daughter of Mr. Matthew Abraham. May God bless each of you as you embark on this new chapter of your musical journey. Let us continue to support and encourage them as they grow in both their faith and talent. ഒടുക്കത്തിന്റെ മഹാകരുണ കൊണ്ട് നിത്യജീവൻ ലഭിക്കുവാൻ ഞങ്ങൾ ചെയ്യുന്നതൊക്കെ നിന്റെ മഹാനുള്ള കൃപകൊണ്ട് ഞങ്ങളെ മുൻപിടുകയും ഇടപെടാതെ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവിന്റെ ഈ ഇടവയിലെ പ്രത്യേകിച്ച് ഈ ആലയത്തിൽ നടത്തപ്പെടുന്ന ദിവ്യ ആരാധനകളിൽ സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുകയും ആരാധനയിൽ ജനങ്ങളെ നയിക്കുകയും ചെയ്യുക എന്നതാകുന്നു ഗായസംഘത്തിന്റെ ചുമതല. ഈ ശുശ്രൂഷയ്ക്കായി നിങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാനായി നിങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നു. ഈ ശുശ്രൂഷ എത്ര ശ്രേഷ്ഠവും മഹത്വകരമെന്ന് നിങ്ങൾ വിധിക്കേണ്ടതുണ്ട്. നമ്മുടെ ദേവാലയത്തിലെ ആരാധനകൾ സ്വർഗീയ ആരാധനയ്ക്ക് സമമായി രൂപാന്തരപ്പെടുവാൻ സഹായിക്കുന്നവരാണ് നിങ്ങൾ എന്ന ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം. ആകയാൽ നമ്മുടെ ഗാനങ്ങൾ ശുദ്ധിയുള്ള ഹൃദയങ്ങളിൽ നിന്നും വെടിപ്പുള്ള അധരങ്ങളിൽ നിന്നും ഉയരേണ്ടതാകുന്നു. ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്ന നിങ്ങൾ ഈ ആലയത്തിൽ വെച്ചുള്ള നിങ്ങളുടെ പാട്ട് നിങ്ങളുടെ സമൂഹ ജീവിതവും ദൈവസാന്നിധ്യത്തിൻ്റെയും ദൈവിക അനുഭവത്തിൻ്റെയും പരസ്യമായ സാക്ഷ്യമായി മനസ്സിലാക്കണം. തുടർന്ന് ഞാൻ ചോദിക്കുന്നതിൻ്റെ ഉത്തരമായിട്ട് ഞാൻ അംഗീകരിച്ച് സ്വീകരിക്കുന്നു എന്ന് പറയണം. ഞാൻ അംഗീകരിച്ച് സ്വീകരിക്കുന്നു. ഈ ദേവാലയത്തിലെ ആരാധനയിൽ സംഗീത ശുശ്രൂഷയ്ക്കുള്ള ദൈവിക വിളിയെയും തെരഞ്ഞെടുപ്പിനെയും സമർപ്പണത്തോടെ ആത്മാർത്ഥതയോടും ദൈവാശ്രയത്തോടും അംഗീകരിക്കുന്നു. ദൈവസഹായത്താൽ ഞാൻ അങ്ങനെ ചെയ്യും എന്നാണ് പറയുന്നത്. ദൈവസഹായത്താൽ ഞാൻ അങ്ങനെ ചെയ്യും. ഈ ആലയത്തിലെ ആരാധനയുടെ നടത്തിപ്പിന്റെ ചുമതല വഹിക്കുന്നവർ ശുശ്രൂഷ സംബന്ധിച്ച് നിങ്ങൾക്ക് നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുവാണ്. അടുത്ത ചോദ്യത്തിനായി അന്ത്യത്തോളം വിശ്വസ്തയായിരിക്കുന്നത് സംഗീത പരിശീലനത്തിലും ദേവാലയവുമായി ബന്ധപ്പെട്ട സംഗീത ശുശ്രൂഷകളിലും നിസ്വാർത്ഥമായി സംബന്ധിക്കുന്നതിൽ വിശ്വസ്ത പാലിക്കുമോ? അടുത്ത ചോദ്യത്തിനുത്തരമായി പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ അങ്ങനെ ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ അങ്ങനെ ചെയ്യും. നിങ്ങൾക്ക് പരസ്പരമുള്ള ബന്ധത്തിലും സമസൃഷ്ടികളോടും പ്രകൃതിയോടുമുള്ള ബന്ധത്തിലും ഐക്യവും ഊഷ്മളതയും നിലനിൽക്കുവാൻ ചാലകങ്ങളായി പ്രവർത്തിക്കുമോ? ഈ ദേവാലയത്തിലെ ഗായസംഘമായി ഞാൻ നിന്നെ സ്വീകരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങളെ ദിവ്യ ശുശ്രൂഷയ്ക്കായി നിങ്ങളെ പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. നിങ്ങളുടെ അധരങ്ങൾ കൊണ്ട് പാടുന്നത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുവാനും നിങ്ങളുടെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നത് ജീവിതത്തിനോട് സമർപ്പിക്കുവാനും കർത്താവ് നിങ്ങൾക്ക് സഹായിക്കട്ടെ. ഈ ദേവാലയത്തിലെ ഗായസംഘമായി ഞാൻ നിങ്ങളെ സ്വീകരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങളെ ദിവ്യ ശുശ്രൂഷയ്ക്കായി നിങ്ങളെ പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. നിങ്ങളുടെ അധരങ്ങൾ കൊണ്ട് പാടുന്നത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുവാനും നിങ്ങളുടെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നത് ജീവിതത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുവാനും കർത്താവ് നിങ്ങൾക്ക് സഹായിക്കട്ടെ. ഈ ദേവാലയത്തിലെ ഗായസംഘമായി ഞാൻ നിങ്ങളെ സ്വീകരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങളെ ദിവ്യ ശുശ്രൂഷയ്ക്കായി നിങ്ങളെ പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. നിങ്ങളുടെ അധരങ്ങൾ കൊണ്ട് പാടുന്നത് ഹൃദയം കൊണ്ട് സ്വീകരിക്കുവാനും വിശ്വസിക്കുവാനും നിങ്ങളുടെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നത് ജീവിതത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുവാനും കർത്താവ് നിങ്ങൾക്ക് സഹായിക്കട്ടെ.
താഴ്മയും നൽകിയ ഹൃദയമുള്ളവരോടുകൂടെ വസിക്കുന്നവനും അവരുടെ ആരാധന കൊള്ളുന്നവനുമായ സർവശക്തിയുള്ള ദൈവമേ, നിന്റെ ആലയത്തിൽ ഞങ്ങൾ പാടുന്ന പാട്ടുകൾ ശുദ്ധിയുള്ള ഹൃദയങ്ങളിൽ നിന്നും വെടുപ്പുള്ള അതങ്ങളിൽ നിന്നും നിങ്ങളിലേക്ക് വരേണ്ടതിന് ഞങ്ങളെ സകല പാപങ്ങളിൽ നിന്നും കഴുകിക്കളഞ്ഞു കൂടാതെ കാത്തുകൊള്ളണമേ. അങ്ങനെ ഞങ്ങളുടെ ആരാധന നിന്റെ പരിശുദ്ധ നാമത്തിന്റെ ബഹുമാനത്തിനും മഹത്വത്തിനുമായി നിന്നിൽ ആരംഭിച്ചു നിന്നിൽ തന്നെ അവസാനിപ്പിക്കേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ അരുളണമേ. ഞാൻ പറയുന്ന പ്രാർത്ഥന നമ്മൾ ഏറ്റുചൊല്ലണം. സകല ദാനങ്ങളുടെയും ഉറവിടമായ ദൈവമേ, നിന്നെ അറിയുവാൻ മനസ്സും നിന്നെ സ്നേഹിക്കുവാൻ ഹൃദയവും നിനക്ക് സ്തുതി പാടുവാനും ശബ്ദവും നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ അങ്കികൾ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കഴുകി ശുദ്ധീകരിക്കപ്പെട്ടിട്ട് രാപ്പകൽ വിശ്രമം കൂടാതെ ഞങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് തിരുസന്നിധിയിൽ നിത്യവും നിന്നെ ആരാധിക്കുന്നവരോടുകൂടെ ഞങ്ങളും എണ്ണപ്പെടേണ്ടതിന് ഞങ്ങളെ എല്ലാ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിച്ച് കളങ്കം കൂടാതെ എപ്പോഴും കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ പാട്ടും പെരുമാറ്റവും ജീവിതവും തിരുസാന്നിധ്യത്തിൻ്റെ മനോഹാരിതയ്ക്ക് ഫലകരമായ സാക്ഷ്യമായിരിക്കേണ്ടതിന് നിന്റെ പ്രകാരങ്ങളിലെ ശുശ്രൂഷ ഭയഭക്തിയോടെ നടത്തുവാൻ തിരുസേവയിൽ ഞങ്ങളെ തന്നെ സസന്തോഷം പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നതേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ആശീർവാദങ്ങൾ. സമാധാനത്തോടെ ലോകത്തിൽ പുറപ്പെട്ടു പോകുകയും ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവ് പാടിയും കീർത്തനം ചെയ്തു. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ദൈവം പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുക. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം സദാകാലം തന്റെ ശുശ്രൂഷയ്ക്കായി നിങ്ങളെ ശക്തീകരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ആരാധനയായിട്ട് വരാം.